ശ്രീനാരായൺ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1158 ദിവസമായ ഇന്ന് 2024 ജൂലൈ മാസം 16 ചൊവ്വാഴ്ച, 1199 ആണ്ട് കർക്കിടക മാസം 1 ഗുരുവചനങ്ങളിലൂടെ. വൈകി ഉണരുന്നത് കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും മികച്ച സന്ദർഭങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. സൂര്യോദയം പോലെ ഇത്രമാത്രം ഭംഗിയുള്ള ഒരു സന്ദർഭം ജീവിതത്തിലില്ല. ദിവ്യതയുടെ ആ എഴുന്നള്ളത്ത് കണ്ടനുഭവിക്കേണ്ടത് തന്നെ. ജ്ഞാനോദയത്തിനും അത് സഹായകമാകും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ദിവ്യതയുടെ എഴുന്നള്ളത്ത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വൈകി ഉണരുന്നത് കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും മികച്ച സന്ദർഭങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. സൂര്യോദയം പോലെ ഇത്രമാത്രം ഭംഗിയുള്ള ഒരു സന്ദർഭം ജീവിതത്തിലില്ല. ദിവ്യതയുടെ ആ എഴുന്നള്ളത്ത് കണ്ടനുഭവിക്കേണ്ടത് തന്നെയാണ്. ജ്ഞാനോദയത്തിനും അത് സഹായകമാകും. ഓരോ സൂര്യോദയവും ദിവ്യതയുടെ ഓരോ എഴുന്നള്ളത്താണ്. ഭൂമിക്ക് കാഴ്ച നൽകുന്ന സൂര്യനെ വരവേൽക്കുവാൻ പ്രകൃതിയൊരുക്കുന്ന നിറക്കൂട്ടുകൾക്ക് കണക്കില്ല. ഒരു നവവധുവിൻ്റെ എല്ലാ ഭവ്യതകളും ഒതുക്കങ്ങളും ലജ്ജകളും പോലെ പ്രകൃതി അതിൻ്റെ എല്ലാ സൗമ്യതകളും സൗന്ദര്യങ്ങളും സുഗന്ധങ്ങളും വെളിവാക്കുന്ന ഏറ്റവും സമ്മോഹനമായ ഒരു സന്ദർഭമാണിത്. ഏത് ജീവജാലങ്ങൾക്കും ഒരു കുളിരിൻ്റെയും തളിരിൻ്റെയും സുഖം പകരുന്ന പുലർകാലം മംഗളകരമായ ലോകാനുഭവത്തിലേക്കുള്ള സ്വാഗതകമാനമാണ്. പ്രകൃതിയുടെ ഏറ്റവും നിഷ്കളങ്കവും ശുദ്ധവും ശാന്തവുമായ പുലർവേളകൾക്ക് സാക്ഷിയാവുകയെന്നാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മുഹൂർത്തത്തെ അനുഭവിക്കുകയാണെന്നർത്ഥം. പുൽനാമ്പുകളിൽ ഉരുണ്ടുകൂടി നിൽക്കുന്ന ജലഗണങ്ങൾ പോലെ മനസ്സും ബുദ്ധിയും ചിത്തവും വിഷയബഹളങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന പ്രഭാതങ്ങൾ ഉണർവും പ്രത്യാശയും നൽകി മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഒരു ശുഭദിനത്തിലേക്കുള്ള തുടക്കം കൂടിയാണ്. ഏതൊരു ചിന്തയും ആശയവും ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളെ വേഗം ആഗിരണം ചെയ്യുവാൻ സൂര്യൻ്റെ വരവുകാലങ്ങൾ പോലെ അനുയോജ്യമായ മറ്റൊരു സന്ദർഭമില്ല. അറിവിനെ ഉൾക്കൊള്ളുവാനും അറിഞ്ഞതിനെ വിപുലപ്പെടുത്തുവാനും തക്ക നിലയിലേക്കുയരുവാൻ ഓരോ പ്രഭാതങ്ങളും നമ്മെ നയിക്കുന്നതാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും വൈരം മറന്നിരിക്കുന്ന സൂര്യോദയത്തിലെ ഈ മംഗളാരവം കണ്ടനുഭവിക്കുന്നവൻ്റെ ഉള്ളിലും ആത്മസൂര്യോദയത്തിൻ്റെ ഒരു പ്രഭാങ്കുരം തെളിഞ്ഞു പരിലസിക്കും. അതിനാൽ സൂര്യോദയമെന്ന ആ ദിവ്യതയുടെ എഴുന്നള്ളത്ത് കണ്ട് അനുഭവിക്കുന്നവൻ നിശ്ചയമായും പുണ്യശാലിയായി ഭവിക്കും. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.